കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഓരോ സീസണും പുതിയ പ്രതീക്ഷയുടെ കഥയാണ്. പുതിയ താരങ്ങൾ വരും, പുതിയ കോച്ച് വരും, പുതിയ സിസ്റ്റം വരും. പക്ഷെ എല്ലായ്പ്പോഴും മനസ്സിൽ വരുന്ന ചോദ്യം ഒന്ന് തന്നെ: ഈ മാനേജ്മെന്റ് ശരിക്കും ടീമിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഇന്നത്തെ വിഷയം അങ്ങനെ ഒരു താരത്തെ കുറിച്ചാണ്. അതെ, കെവിൻ യോക്കെ. ഇവന്റെ പേര് കേട്ടാൽ വലിയ ഹെഡ്ലൈൻ ഒന്നുമില്ല, വലിയ ഹൈപ്പുമില്ല. പക്ഷെ ഫുട്ബോളിൽ എല്ലായ്പ്പോഴും പേര് വലിയതാകണമെന്നില്ല, കളി മീനിങ് ഫുൾ ആയിരിക്കണം. അതെ, കെവിൻ യോക്കെ അങ്ങനെ ഒരു പ്രൊഫൈലാണ്. ഇവന്റെ ജേണി നോക്കുമ്പോൾ ആദ്യം കാണുന്നത് PSG അക്കാദമി ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇത് ചെറിയ കാര്യമല്ല. PSG അക്കാദമി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ടാലന്റ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഴിയും. അവിടെ നിന്ന് പുറത്തു വരുന്നത് തന്നെ ഒരു ലെവൽ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ എല്ലാവരും സൂപ്പർ സ്റ്റാർ ലെവൽ ആകില്ല. ചിലർ സോൾഡ് പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആയി മാറും. കെവിൻ യോക്കെ അതിലൊരു പ്ലെയർ ആണ്. യൂറോപ്പിൽ ഇവന് വലിയ സ്പോട്ട് ലൈറ്റ് കിട്ടിയില്ല. പക്ഷെ ഫുട്ബോൾ കരിയർ എന്നത് എല്ലായ്പ്പോഴും സ്പോട്ട് ലൈറ്റ് അല്ലല്ലോ. കൺസിസ്റ്റൻസിയാണ്, സർവൈവലാണ്, അഡാപ്റ്റബിലിറ്റി ആണ്. ഗ്രീക്ക് ലീഗ് പോലുള്ള ടഫ് എൻവിറോൺമെന്റിൽ കളിച്ച് അവൻ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിന്റെ പ്രധാന ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ഒരു ചോദ്യം നാച്ചുറലി വരും: കേരള ബ്ലാസ്റ്റേഴ്സ് ഇവനെ എന്തിനാണ് കൊണ്ടുവന്നത്? കാരണം ഈ ടീം ഇപ്പോൾ റീബിൽഡ് ഫേസിലാണ്. പഴയ പ്രധാന പ്ലെയേഴ്സ് എല്ലാം മാറി, ന്യൂ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നു, ന്യൂ ഐഡന്റിറ്റി തേടുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ബിഗ് നെയിംസ് മാത്രം കൊണ്ടുവരുന്നത് സൊല്യൂഷൻ അല്ല. സിസ്റ്റംസിന് ഫിറ്റ് ആയ പ്ലെയേഴ്സ് വേണം. കെവിൻ യോക്കെ അതിനാലാണ്. ഇവൻ കളിക്കളത്തിൽ ഫ്ലാഷി സ്ട്രൈക്കർ അല്ല, ഹൈലൈറ്റ് റീൽ മാത്രം ഉണ്ടാക്കുന്ന പ്ലെയർ കൂടിയല്ല. പക്ഷെ ബോൾ കിട്ടുമ്പോൾ അവന്റെ ഡിസിഷൻ മേക്കിംഗ് ശ്രദ്ധിക്കണം. ആദ്യം സ്പേസ് നോക്കും, ഡിഫൻഡറിനെ ഒബ്സർവ് ചെയ്യും, പിന്നെ മൂവ് ചെയ്യും. ഇത് നമുക്ക് സിമ്പിൾ ആയി തോന്നാം, പക്ഷെ ഫുട്ബോളിൽ ഇത് ഇന്റലിജൻസ് ആണ്. ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമ്പോൾ ഇവൻ നേരെ റഷ് ചെയ്യില്ല. ആദ്യം ചോദിക്കുന്നത് ഇവിടെ സ്പേസ് ഉണ്ടോ എന്നതാണ്. ഡിഫൻഡർ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും? ഇതെല്ലാം മനസ്സിൽ കണ്ട് മാത്രമാണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കുന്നത്. വൺ വേസ് വൺ സിറ്റുവേഷനിൽ ഇവന്റെ സ്ട്രെങ്ത് നമുക്ക് കാണാം. പല പ്ലെയേഴ്സും പാനിക് ചെയ്യുന്നിടത്ത് ഇവൻ കാം ആയിരിക്കും. ചെറിയ ഫൈൻഡ്, ബോഡി മൂവ്മെന്റ്, ടൈമിംഗ്, ഇതിലൂടെ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഓണസ്റ്റ് ആയി പറയേണ്ട ഒരു കാര്യമുണ്ട്: ഇവന്റെ കൺസിസ്റ്റൻസി എല്ലായ്പ്പോഴും ഹൈ അല്ല. ചില മാച്ചസിൽ ഇമ്പാക്ട് കാണും, ചില മാച്ചസിൽ ഇൻവിസിബിൾ ആയി തോന്നും. ഇതാണ് ഫാൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് പറയും അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്, മറ്റൊരു ഗ്രൂപ്പ് പറയും ഫിനിഷിംഗ് കുറവാണ്. ഇത് സാധാരണ ഫുട്ബോൾ നോർമൽ ഡിബേറ്റ് മാത്രം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മെസ്സി ലെവൽ ഫിനിഷേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന ടീമല്ല, അവർ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുകയാണ്. അതിനുള്ള പ്ലെയേഴ്സ് ആണ് ഇവർ. കോച്ച് ഇവനെ കാണുന്നത് വിങ്ങർ ഔട്ട്ലൈറ്റ് ആയി ആണ്. ബെസ്റ്റ് കൗണ്ടർ അറ്റാക്ക് ഓപ്ഷൻ ആയിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബിഗ്ഗസ്റ്റ് ചലഞ്ച് കൺസിസ്റ്റൻസി ആണ്, അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ആണ്, കെമിസ്ട്രി ആണ്. അതിനിടയിൽ കെവിൻ യോക്കെ പോലെയുള്ള പ്ലെയേഴ്സ് സ്ലോലി വാല്യൂ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഫാൻസ് ഇമോഷണൽ ആണ്. ഒരു മാച്ച് നല്ലത് കളിച്ചാൽ ഹീറോ, അടുത്ത മാച്ച് മോശമാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ ഫുട്ബോളിൽ അഡാപ്റ്റേഷനിൽ ടൈം എടുക്കും. ന്യൂ ലീഗ്, ന്യൂ സിസ്റ്റം, ന്യൂ ടീംമേറ്റ്സ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇവനെ പറ്റി ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ഇവൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇവൻ സിസ്റ്റം പ്ലെയർ ആയതുകൊണ്ട് തന്നെ ട്രിബ്ലിംഗിൽ ഇവൻ വൻ പുലിയാണ്. കെവിൻ യോക്കെ പോലെയുള്ള പ്ലെയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ ജഡ്ജ് ചെയ്യുമ്പോൾ ഗോൾസ് മാത്രം നോക്കാതെ ഗെയിം ഇമ്പാക്റ്റ് കൂടി നോക്കണം. സോ നമുക്ക് ഈ പ്ലെയറിൽ ചെറിയൊരു വിശ്വാസം അർപ്പിക്കാം.